കുരിശാവിഷ്കാരം ഒരിക്കൽ ശിക്ഷയുടെ അടയാളമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി മാറ്റിയ മഹത്തായ സ്നേഹത്തിന്റെ സാക്ഷ്യമാണ്. റോമൻ ഗവർണർ പന്തിയോസ് പിലാത്തോസ് കൊട്ടാരമുള്ള ആശാരിമാർക്ക് നൽകുന്ന കൽപ്പന കുരിശു മരണത്തിന് വിധിക്കപ്പെട്ട രണ്ട് തസ്കരന്മാരെയും കൊടും കുറ്റവാളിയായ ബറാബാസിനെയും തൂക്കിലേറ്റുവാനുള്ള കുരിശുകൾ ഉടൻ നിർമ്മിച്ച് കൊട്ടാരത്തിലെത്തിക്കുവാൻ ഗവർണർ ഉത്തരവിടുന്നു. ബറാബാസിനുള്ള കുരിശ് നിർമ്മിക്കുമ്പോൾ നമ്മൾ നിർമ്മിച്ചതിൽ ഏറ്റവും കഠിനവും ഭാരമുള്ളതുമായ കുരിശ് വേണം നിർമ്മിക്കുക. ശരിയാണ്, അവൻ നമ്മുടെ വീട് കൊള്ളയടിച്ചത് ജീവിതം നശിപ്പിച്ചവനുമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ശിമയോനേ, നീ ഉറങ്ങുകയാണോ? ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? മതി, സമയമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യൂദാസേ, നീ ചുണ്ടൻ കൊണ്ടാണോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? വാളുടയിടുക, വാളെടുക്കുന്നവൻ വാണാൽ നശിക്കും. നിങ്ങൾ എന്തു കുറ്റമാണ് ഈ മനുഷ്യനിൽ ആരോപിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. നീ
യഹൂദന്മാരുടെ രാജാവാണ്. നീ തന്നെ പറയുന്നു, നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇതിൽ കാണുന്നില്ല. അതിനാൽ ഞാൻ ഇതിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കാം. യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി. പ്രഭു, ഇവൻ ബറാബാസ്, നാട്ടിൽ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ. പെസഹാ ദിനത്തിൽ അങ്ങ് ഒരുവനെ മോചിപ്പിക്കുന്നവരും അതുകൊണ്ടല്ലോ, അതിനായി ഇവനെ കൊണ്ടുവന്നതാണ്. കൊടും ക്രൂരനായ ബറാബാസിന് പകരം ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ സ്വതന്ത്രനാക്കട്ടെ. ഇവനെയെല്ലാം ബറാബാസിനെയാണ് ഞങ്ങൾക്ക് വിട്ടു തരേണ്ടത്. ഇവനെ ക്രൂശിക്കുക, 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 അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഭാരം നിറഞ്ഞൊരു ക്രൂശു വഹിച്ചത് പാവങ്ങൾ തന്നെയല്ലോ. താപം കലർന്നങ്ങി പാദം പുറന്നു ഞാൻ കേഴുന്നു കരയേണമെന്നീ. അവന്റെ കുരിശ് പരാജയത്തിന്റെ അടയാളമേ ആയിരുന്നില്ല. പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തിയവന്റെ സിംഹാസനമായിരുന്നു അത്. അവനെ അടിച്ചു തകർത്ത ചാട്ടം ചോരച്ചായം പൂശിയതാണ്.
ഇതാ